ആ വിഷാദത്തിൽ നിന്നും വിഷാദരോഗത്തിലേക്ക് വലിയൊരു ദൂരമുണ്ട്. പേരിട്ട് വിളിക്കാവുന്ന മാനസിക രോഗങ്ങൾ ഏകദേശം 300ഓളം ഉണ്ടായി, കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. മരണമടയുന്നതിനുള്ളിൽ ലോകത്തുള്ള 100 ആളുകളിലും 25 ആളുകൾക്കും മാനസികമായിട്ടുള്ളത് ന്യൂറോളജിക്കൽ ഇൽനെസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. മാനസിക രോഗമുള്ള 100 പേരിൽ 33 പേരാണ് ചികിത്സ ഇടാറുള്ളൂ. ഇന്ന കാരണങ്ങൾ കൊണ്ട് ഡിപ്രഷൻ ഉണ്ടായെന്ന് പറയാൻ ഒരൊറ്റ കാരണം ഡിപ്രഷൻ എന്നല്ല, ഒരു മാനസിക രോഗത്തിന് അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പറയും മൾട്ടി ഫാക്ടോറിയൽ എന്ന് പറയും. ഈ എക്സ്പീരിയൻസുകളിലെല്ലാം ത്രൂ ഔട്ടായിട്ട് ഒരൊറ്റ കോമൺ എലമെൻ്റ് ഉണ്ട്, ഈ നഷ്ടം. നമുക്ക് പ്രിയപ്പെട്ട എന്തോ ഒന്ന് നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സങ്കടം ഉണ്ടാകുന്നത്. നമ്മളൊരു ഐഡിയൽ കേസ് നോക്കുകയാണെങ്കിൽ പ്രായമായവരിലെ വിഷാദത്തെ നേരിടാൻ ഇനി അങ്ങോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുറേ കൂടി ശാരീരികമായിട്ടുള്ള കംപ്ലൈൻറ്റുകളാണ് സാധാരണഗതിയിൽ പ്രായമായവരിൽ ഡിപ്രഷൻ കാണപ്പെടാറുള്ളത്. മനുഷ്യർക്കുണ്ടാകാവുന്ന മാനസികമായിട്ടുള്ള വ്യതകളിൽ ഏറ്റവും വലിയ വേദനകളൊന്ന് തനിച്ചാവുന്നതിൻ്റെ വേദനയായിരിക്കും. നമ്മളെ അച്ഛനമ്മമാരോട് കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക തുടങ്ങിയ ഫിസിക്കലായിട്ടുള്ള എക്സ്പ്രഷൻസ് നടത്തുന്നത് അവരുടെ മാനസികാരോഗ്യത്തിനെ എത്രമാത്രം മെച്ചപ്പെടുത്തും? കൈ പിടിക്കാനോ കെട്ടിപ്പിടിക്കാനോ ചേർന്നിരിക്കാനോ പ്രത്യേകിച്ച് അച്ഛന്മാരുടെ അടുത്ത് നമ്മുടെ മക്കളെ പരിശീലിപ്പിച്ചിട്ടുമില്ല, അച്ഛന്മാരങ്ങനെ ശീലിച്ചിട്ടുമില്ല. മക്കളെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസുകൾ വേറെ ഇല്ല എന്ന് നമ്മൾ പറയും. ഹെൽത്തി ആയിട്ടുള്ള മക്കളാണെങ്കിലും കേട്ടോ, ചിലപ്പോൾ മക്കളെ കൊണ്ടാണ് കൂടുതൽ ബുദ്ധിമുട്ടെന്നുള്ള കാര്യം കൂടിയുണ്ട്.